ഒരു വർഷത്തെ ഭക്തരുടെ കൃത്യമായ കാത്തിരിപ്പാണ് ഇന്ന് സഫലമാകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തോന്നും എൻ്റെ പിറകിൽ കാണുന്നത് അത് മറ്റൊന്നുമല്ല, അയ്യപ്പൻ്റെ കഥയാണ്. അല്പസമയം മുൻപ് ജി ശ്രീജിത്ത് നമ്മളോട് പറഞ്ഞു തന്ന ആ കഥ തന്നെയാണ് ഞങ്ങളുടെ ഗ്രാഫിക്സ് ടീം അത് മനോഹരമായി പ്രേക്ഷകരെ കാണിക്കുന്നത്. പന്തള രാജാവിന് അയ്യപ്പൻ എന്നുള്ള ആ ഒരു കുഞ്ഞയ്യപ്പനെ, കുഞ്ഞു മണികണ്ഠനെ കിട്ടിയത് മുതൽ അയ്യപ്പൻ മഹിഷി മർദ്ദനം കഴിഞ്ഞ് മഹിഷിയെ വധിച്ചതിന് ശേഷം ശബരിമലയിലേക്ക് പോകുന്നത് വരെയുള്ള ആ ഒരു അയ്യപ്പ ചരിതം, അയ്യപ്പൻ്റെ കഥ വളരെ ഭംഗിയായി നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എൻ്റെ പിറകിൽ കാണാൻ സാധിക്കും. അത് ആ കഥ തന്നെയാണ് ഞങ്ങളുടെ ഗ്രാഫിക്സ് ടീം വളരെ വ്യക്തമായി വളരെ ഭംഗിയോടുകൂടി സാങ്കേതിക വിദ്യയോടുകൂടി പ്രേക്ഷകർക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്, ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് മകരവിളക്ക്, മകരസംക്രമം എന്താണ്, മകരജ്യോതി എന്താണെന്ന് ഒരുപാട് സംശയം സ്വാഭാവികമായും നമ്മുടെ പ്രേക്ഷകർക്കുണ്ട്. അപ്പോൾ അതൊന്നും പറഞ്ഞു തരാൻ ഞാൻ ആളല്ല, പക്ഷെ അത് പറഞ്ഞു തരാൻ പറ്റുന്ന അറിവുള്ള പ്രേക്ഷകർക്ക് സുപരിചിതരായ, യാതൊരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യകതയില്ലാത്ത രണ്ട് പ്രശസ്തരായ ആളുകൾ, നിങ്ങളെയൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളുകൾ നമുക്കൊപ്പമുണ്ട്. ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട അഭിഭാഷകനും ഗ്രന്ഥകാരനുമായ അഡ്വക്കേറ്റ് വൈ വിനോദ് കുമാർ സാറാണ്. ഒപ്പം നമ്മുടെ ജ്യോതിഷ പണ്ഡിതൻ ഹരി പത്തനാപുരമാണ്. രണ്ടുപേരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ന്യൂസ് 18ലേക്ക്. നമസ്കാരം. ശരി, ഞാൻ ആദ്യം ഹരി പത്തനാപുരത്തിലേക്കാണ്. ഹരിചേട്ടാ നമസ്കാരം. ഇന്നത്തെ ദിവസത്തിന് നമുക്കറിയാം ഒരുപാട് പ്രത്യേകതയുണ്ട്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് ഈ ജ്യോതിഷപരമായുള്ള പ്രത്യേകത എന്താണ്? ഈ മണ്ഡല മകരവിളക്കിന് ജ്യോതിഷപരമായി എന്ത് പ്രത്യേകതയാണ് ഹരിചേട്ടുള്ളത്? സ്വാഭാവികമായും ആളുകൾക്ക് അതൊരു വലിയ സംശയമായിരിക്കും. ആദ്യമേ സ്വാമി ശരണോ അയ്യപ്പ. ഞാൻ വളരെ വലിയൊരു അയ്യപ്പ ഭക്തനാണ്. ഞാൻ എപ്പോഴും എല്ലാ വർഷങ്ങളിലും ആഗ്രഹിക്കാറുള്ളതാണ് മകരവിളക്ക് ദിവസം ശബരിമലയിലൊന്ന് പോകണമെന്നും അവിടെയൊന്ന് ദർശനം നടത്തണം എന്നും. പക്ഷേ നമുക്കറിയാം അനിയന്ത്രിതമായ തിരക്കാണ് ഓരോ വർഷങ്ങളിലും ശബരിമലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ ആഗ്രഹം ഇതേപോലെ സബലീകരിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് ഞാൻ ഒരു വൈകാരികമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. കാരണം എനിക്ക് ആ ഒരു മകരവിളക്കിൻ്റെ ഒരു തത്സമയ സംപ്രേഷണത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു അവസരം ഒരുക്കിയ ന്യൂസ് 18നോടുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയാകില്ല. അത്രയ്ക്കൊരു വൈകാരികമായ ഒരു അടുപ്പം അയ്യപ്പനുമായി ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ആദ്യം വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് എനിക്കതിനെപ്പറ്റി ആധികാരികമായി പറയാൻ അറിയുമോ എന്നറിയില്ല, കുറച്ചുകൂടി അറിവുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ നിർബന്ധമായി ന്യൂസ് 18 അതല്ല വരണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിരുത്തി എനിക്ക് ഒരു അവസരം തന്നതിലുള്ള നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. മകരവിളക്കിന് ജ്യോതിഷവുമായി ബന്ധം എന്ന് പറയുന്നത് നമുക്കിതൊരു സൂര്യസംക്രമമാണ്. അതായത് സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് സംക്രമിക്കുന്ന ഒരു ദിവസമാണ്. ഇപ്പോൾ ഓൾറെഡി സൂര്യസംക്രമം കഴിഞ്ഞിരിക്കുന്നു. ഈ ദിവസത്തിന് മറ്റ് പല പ്രത്യേകതകളുണ്ട്. അതായത് ഉത്തരായനം ആരംഭിക്കുന്നത് ഈ ഒരു ദിവസമാണ്. ദക്ഷിണായനം ഉത്തരായനം എന്ന് കാലങ്ങളെ രണ്ടായി ജ്യോതിഷത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. അതിൽ ദൈവികമായ കാലഘട്ടമാണ് ഉത്തരായനം. അപ്പോൾ ദൈവികമായിട്ടുള്ള ആ കാലഘട്ടം ആരംഭിക്കുന്ന ഒരു പുണ്യകരമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഉത്തരായനത്തിൻ്റെ ആരംഭമായ ഈ ഒരു മകരമാസത്തിലെ ഈ ഒരു സംക്രമ ദിവസം. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ വിശ്വാസികളെ സംബന്ധിച്ച് അയ്യപ്പൻ എന്ന് പറയുന്നത്, ശാസ്താവ് എന്ന് പറയുന്നത്, ശബരിമല എന്ന് പറയുന്നത് ഏറ്റവും വലിയ അവരുടെ പ്രതീക്ഷയറ്റ് നിൽക്കുന്ന പല കാലങ്ങളിൽ അവർക്ക് കൈത്താങ്ങാകുന്ന, അവരെ കൈപിടിച്ചുയർത്തുന്ന ഒരു വലിയ ശക്തിയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജ്യോതിഷത്തിൽ ശനി എല്ലാവരും ഭയപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. പൊതുവെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ കണ്ടക ശനിയൊന്നും മേടര ശനിയെന്നും ശനിദശയെന്നും ശനി അപഹാരമെന്നും ശനി ഛിദ്രമെന്നും അങ്ങനെ പലതരത്തിൽ ശനിയെ ഭയപ്പാടോടുകൂടി കാണുന്ന ആളുകൾ ഏറെ ആശ്വാസത്തോടു കൂടി അതിന് പരിഹാരമായി ചെന്ന് എത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് അയ്യപ്പ സന്നിധിയാണ്. അതിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സ്ഥാനമാണ് ശബരിമല. അതുകൊണ്ട് തന്നെ ജ്യോതിഷപരമായും ഇന്നത്തെ ദിവസത്തിനെന്ന് മാത്രമല്ല ശബരിമലയ്ക്കും അയ്യപ്പനുമൊക്കെ ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും. അഡ്വക്കേറ്റ് വിനോദ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിനോദ് കുമാർ, ഈ യഥാർത്ഥത്തിൽ ഈ മകര ജ്യോതി എന്ന് പറയുന്നത് അതെന്താണ്? നമസ്കാരം. അതിൻ്റെ ഏകദേശ രൂപം നമ്മളെ ഹരി പത്തനാപുരം നൽകിക്കഴിഞ്ഞു. എങ്കിലും കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. മകര ജ്യോതിയും മകര വിളക്കും. മകര ജ്യോതി എന്ന് പറയുന്നത് ശ്രീമാൻ ഹരി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന ഒരു വേളയാണ്. അതുകൂടാതെ ദക്ഷിണായനത്തിൽ നിന്നും അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ദക്ഷിണായന കാലത്ത് നിന്നും ഉത്തരായണ കാലത്തിലേക്ക് മാറുന്നു. അപ്പോൾ ഉത്തരായണ കാലം എന്ന് പറയുന്നത് ഭക്തികൾക്കും ആധ്യാത്മികമായ കാര്യങ്ങൾക്കും വളരെയധികം പ്രസിദ്ധമായ ഒരു കാര്യമാണ്. അപ്പോൾ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായണത്തിൽ കടക്കുമ്പോൾ
മകരം രാശിയിലേക്ക് കടക്കുമ്പോൾ ആ സംക്രമ വേളയിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ശബരിമല നമ്മളെല്ലാവരും കാത്തു നിൽക്കുകയാണ് മകര സംക്രമ പൂജയ്ക്കായി. ആ മകര സംക്രമ പൂജയുടെ സമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ തെളിയുന്ന മകര നക്ഷത്രമാണ്, അതിശോഭയുള്ള മകര നക്ഷത്രമാണ് മകര ജ്യോതി എന്ന് പറയുന്നത്. ഈ മകര വിളക്ക് എന്ന് പറയുന്നത് അത് വിണ്ണിലുള്ള ദേവകളും ഋഷിമാരും അയ്യപ്പന് വേണ്ടി, സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവിന് വേണ്ടി പൂജ ചെയ്യുന്ന ഒരു മുഹൂർത്തമാണ്. അത് പാരമ്പര്യമായി മലയറിയ സമുദായമാണ് മുമ്പ് ചെയ്തിരുന്നത് എന്ന് ഞാൻ അറിയുന്നു. പിന്നീട് ഇപ്പോൾ ആധുനിക കാലത്ത് ദേവസ്വം ബോർഡിൻ്റെ രൂപീകരണം നടന്നതോടുകൂടി ദേവസ്വം ബോർഡാണ് അത് ചെയ്യുന്നത്. അത് 3 തവണ ഉഴിഞ്ഞിടുന്നുണ്ട്. 3 തവണയാണ് നമുക്ക് കിഴക്കൻ ചക്രവാളത്തിൽ ദർശനം നൽകുന്നത്. ആ 3 തവണ എന്ന് പറയുന്നത്, നമുക്കറിയാം അയ്യപ്പൻ എന്ന് പറയുന്നത് ശൈവ വൈഷ്ണവ സംഗമമാണ്. അങ്ങനെ വരുമ്പോൾ ആദ്യമായി ഉഴിയുന്നത് പരമേശ്വരന്, മഹാദേവനായ പിതൃസ്ഥാനത്തുള്ള പരമേശ്വരന് വേണ്ടിയും, രണ്ടാമത്തെ ഒഴിയൽ നടക്കുന്നത് അത് മോഹിനി രൂപത്തിലുള്ള വിഷ്ണുവിനും വേണ്ടിയാണ്. മൂന്നാമത്തത് ഹരിഹരപുത്രനായ അയ്യപ്പനും കൂടിയാണ്. അതിന് മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. അതായത് സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും മനുഷ്യരിൽ അർപ്പിതമായിരിക്കുന്ന 3 ഗുണങ്ങളാണ്. ഈ 3 ഗുണങ്ങൾ ഒക്കെ തന്നെ ഭഗവാനിലെ ലയിപ്പിക്കുക. ആ ലയിപ്പിക്കുന്നതിൻ്റെ ഒരു തത്വം കൂടി ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. അതുകൂടാതെ എല്ലാ കാര്യങ്ങളും നമ്മൾ പരമാത്മ ചൈതന്യത്തേക്ക്, നമ്മുടെ ചൈതന്യം പരമാത്മ ചൈതന്യത്തിലേക്ക് അർപ്പിക്കുന്ന ഒരു വേള കൂടിയാണ്. അത് നമുക്കറിയാം, ശബരിമല തീർത്ഥാടനം പ്രതീകാത്മകമായ പല കാര്യങ്ങളും എലിമെൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രകൃതിയും മനുഷ്യനും കൂടി ദേവകൾക്ക് അർപ്പിക്കുന്ന ഒരു പൂജയാണ് മകര സംക്രമ പൂജ, അല്ല മകരവിളക്ക്. മകര സംക്രമ പൂജ എന്ന് പറയുന്നത് സന്നിധാനത്ത് നടക്കുന്ന ചടങ്ങുകളാണ്. മകരവിളക്ക് എന്ന് പറയുന്നത് മനുഷ്യനും പ്രകൃതിയും കൂടി ദേവകൾക്ക് അർപ്പിക്കുന്ന പൂജയാണ്. മകരജ്യോതി എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മകര നക്ഷത്രം ഈ വേളയിൽ ഉദിച്ചുയർന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നേരത്തെ ഹരി സൂചിപ്പിച്ച പോലെ തന്നെ സൂര്യനുമായിട്ടാണ് ജ്യോതിഷത്തിലെ പല കാര്യങ്ങളും കണക്കൂട്ടുകൾ നടക്കുന്നത്. നമുക്കറിയാം, സൗരയൂഥത്തിലെ ഒരുപക്ഷെ പ്രപഞ്ചത്തിൽ തന്നെ ഏറ്റവും ഊർജ്ജദായകമായ ഊർജ്ജ സ്രോതസ്സാണ് ആദിത്യ ഭഗവാൻ എന്നും നമുക്കറിയുന്ന സൂര്യൻ. ആ സൂര്യനെ പ്രകീർത്തിച്ചുകൊണ്ടാണ്, സൂര്യനെ സാക്ഷാത്കരിച്ചുകൊണ്ടാണ്, സൂര്യനെ ആധാരമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലെ പല ആധ്യാത്മിക ചടങ്ങുകളും നടക്കുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ. അതാണ് ഹരിച്ചേട്ടാ, ഇപ്പോൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നല്ലൊരു അയ്യപ്പ ഭക്തനാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഈ മണ്ഡല മകരവിളക്ക് പൂജയെ, മകരവിളക്കിനെ എങ്ങനെയാണ് ഹരിച്ചേട്ടൻ നോക്കിക്കാണുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ എല്ലാ വർഷവും TV-യുടെ മുമ്പിലിരുന്നു കൊണ്ട് ഈ ഒരു മകരവിളക്ക് കാണുന്നതാണ്. മകരജ്യോതി നക്ഷത്രം അദ്ദേഹം പറഞ്ഞതുപോലെ, ശ്രീ വിനോദ് സാർ പറഞ്ഞതുപോലെ മകരജ്യോതിയും മകരവിളക്കും പലർക്കും ഇപ്പോഴും അത് രണ്ടും രണ്ടാണ് എന്നുള്ളൊരു ധാരണയില്ല. അതാണ് എനിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ക്ലിയർ ആയി. മകരജ്യോതിയും മകരവിളക്കുമാണ്. അങ്ങനെ ശബരിമല എന്ന് പറയുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഈ ഒരു പ്രത്യേകിച്ച് ഈ മകര സംക്രമ ദിവസം അത് കേവലം ഒരു മലയല്ല, അത് ലോകത്തിൻ്റെ ആകമാനം ഒരു ഹൃദയമിടിപ്പാണ്. ലോകത്താകമാനമുള്ള വിശ്വാസികൾ അവരുടെ ഒരു ഹൃദയമിടിപ്പ് പോലും സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രധ്വനികളോടുകൂടി അവർ കാത്തിരിക്കുന്ന, അവർ ആ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞുള്ള ആ അയ്യപ്പനെ കാണാൻ കാത്തിരിക്കുന്ന ഒരു പുണ്യ ദിവസമാണിന്ന്. ശരിക്കും ഞാൻ ഒക്കെ എത്രയോ കാലങ്ങളായി TV-യുടെ മുമ്പിലിരുന്നു കൊണ്ട് ഇത് കാണുന്നതാണ്. കാലവും കർമ്മവും ഒക്കെ നമസ്കരിക്കുന്ന ഒരേ ഒരു നാമം എന്ന് പറയുന്നത് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ളൊരു മന്ത്രധ്വനിയാണ്. ശരിക്കും ആ ശബരിമലയിലേക്ക് എത്തുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ഇന്ന് മനസ്സിൽ അവർക്ക് വേറെ ഒരു ചിന്തയുമില്ല. ദുഷ്ചിന്തകളും അങ്ങനെയുള്ള കാലുഷ്യമായ ചിന്തകളുമൊക്കെ പുറത്ത് വെച്ചിട്ടാണ് അവർ ഇന്ന് മല ചവിട്ടി ശബരിമലയിലേക്ക് എത്തി ആ ഒരു ദർശന പുണ്യത്തിനായി അവർ കാത്തിരിക്കുന്നത്. ഇന്ന് ശരിക്കും നമ്മൾ ഈ കാവ്യാത്മകമായൊക്കെ പറയുമ്പോൾ പമ്പയുടെ നിശബ്ദമായ നീരൊഴുക്ക് പോലും ഇന്ന് സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രധ്വനി മുഴക്കുന്ന ഒരു സമയമാണ്. ആ വനമൊക്കെ, വനത്തിൽ കേൾക്കുന്ന എല്ലാ പക്ഷിമൃഗാദികളുടെയും ശബ്ദം പോലും സ്വാമിയെ ശരണമയ്യപ്പ എന്നൊക്കെയാണ് ഈ കവികൾ പോലും വാഴ്ത്തിപ്പാടുന്ന രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അത്രയേറെ പുണ്യകരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് വിശ്വാസികൾ ചെന്നെത്തുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിലുമൊക്കെ അത് ഏറെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നേരത്തെ ശ്രീ അനുമോദും ശ്രീജിത്തും ഒക്കെ പറഞ്ഞു എന്തൊക്കെയോ വിവാദങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും ശരിക്കും ഈ എത്തുന്ന വിശ്വാസിയെ ബാധിക്കുന്നില്ല. കാരണം അവരുടെ മനസ്സിൽ ഈ ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ, അവരുടെ മനസ്സിലൊക്കെ ഒരേ ഒരു രൂപം മാത്രമേ ഉള്ളൂ, അത് അയ്യപ്പനാണ്. അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതൊക്കെ
അവരെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ എന്നുള്ളതിനപ്പുറത്തേക്ക് എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു വികാരവും ഒരേ ഒരു ചിന്തയും മാത്രമുള്ള ഒരു സന്നിധാനമാണ്, ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഓരോ ചുവടുവെപ്പും ഓരോ നാമജപത്തോടു കൂടിയാണ് ഇവരിന്ന് നിർവഹിക്കുന്നത്. ഈ ശരിക്കും ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ അയ്യപ്പനെ കാണാൻ പന്തളത്തിൻ്റെ രാജപ്രതിനിധി അടക്കമുള്ളവരൊക്കെ ഇന്ന് ശബരിമലയിൽ എത്തുമ്പോൾ ഏറെ ആചാരപരമായും ശബരിമലയ്ക്ക് പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ്. അത് കാണാൻ വേണ്ടി എത്തിയ അയ്യപ്പ ഭക്തരുടെ ഒരുങ്ങുന്ന ഇത്തവണ വലിയൊരു ഭക്തജനങ്ങളുടെ കൂട്ടം മുൻവർഷത്തേതിലും അപേക്ഷിച്ച് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ശരിക്കും ഇതൊക്കെ കാണാൻ കഴിയുക എന്നുള്ളത് തന്നെ ഒരു മനസ്സും ശരീരവും ഒക്കെ ഒരു വല്ലാതെ ആത്മീയമായ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച തന്നെയാണ്. തീർച്ചയായും നമുക്ക് എന്തായാലും ആ മകരവിളക്ക് മഹോത്സവത്തിന്റെ വിശേഷങ്ങളിലേക്ക് എത്തണം. അതിന് മുൻപ് ചെറിയൊരു ഇടവേള എടുക്കേണ്ട സമയമാണ്. ഇടവേള എടുത്ത് ഞാൻ വേഗം തിരിച്ച് ഈ അതിഥികളിലേക്ക് തന്നെ വരും, ഇവരുടെ വിശേഷങ്ങളിലേക്ക് എത്തും. അതിനു മുൻപ് ചെറിയൊരു ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.